കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ അക്രമിയുടെ കുത്തേറ്റു മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥിനി ഡോക്ടർ വന്ദനാദാസിന് പിറവം താലൂക്ക് ആശുപത്രിയിൽ സ്മാരകമൊരുങ്ങി. ഡോക്ടർ വന്ദനാദാസ് മെമ്മോറിയൽ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. പിറവം നഗരസഭയിൽ നിന്നും അനുവദിച്ച 23.5 ലക്ഷം രൂപ ചിലവിലാണ് ഹാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പിറവം താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച OP ബ്ലോക്കിന്റെ 3ാം നിലയിലാണ് ഡോക്ടർ വന്ദനാദാസ് മെമ്മോറിയൽ കോൺഫറൻസ് ഹാൾ തുറന്നിരിക്കുന്നത്. പിറവം നഗരസഭ അനുവദിച്ച 23.5 ലക്ഷം രൂപ ചിലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഹാൾ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയിലെ തന്നെ പൊതുവായിട്ടുള്ള പരിപാടികൾ, മെഡിക്കൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടത്തുന്നതിന് ഇത്രയും വിസ്തൃതിയുള്ള ഒരു ഹാൾ നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഞങ്ങൾക്കേറെ സന്തോഷവും അഭിമാനവുമുണ്ട് ഇത്തരമൊരു കാര്യം ചെയ്തു തീർത്തപ്പോൾ. ഇനി മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ള, ഡോക്ടർ വന്ദനാദാസ് അവരുടെ അച്ഛനെയും അമ്മയെയും ഞാൻ വിളിച്ചിരുന്നു. അവർക്ക് വരണമെന്ന് ഞങ്ങൾ ക്ഷണിച്ചിരുന്നു, പക്ഷെ വരില്ല. പക്ഷെ അവരൊരു വോയിസ് മെസ്സേജ് അയച്ചു. പക്ഷെ നമുക്ക് ഭയങ്കര ഫീലിംഗ് ആയിട്ടുള്ള, ഡോക്ടറും വിളിച്ചിരുന്നു അവരെ, ഭയങ്കര ഫീലിംഗ് ആയിട്ടുള്ള ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു അവർ നമുക്ക് അയച്ചത്. അവരുടെ മകൾ മരിച്ചിട്ട് 2.5 വർഷമായി. എന്നിട്ടും നമ്മൾ അവരെ ഓർത്തതിനും മകളുടെ പേര് ഇതിന് ചെയ്തതിനുമൊക്കെ അവർ നന്ദി പറയുകയും. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈനി ഏലിയാസ്, അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, ജൂബി പൗലോസ്, കൌൺസിലർമാരായ രാജു പാണാലിക്കൽ, പി ഗിരീഷ് കുമാർ, രമ വിജയൻ, ബാബു പാറയിൽ, ജോജിമോൻ ചാരുപ്ലാവിൽ, ഏലിയമ്മ ഫിലിപ്പ്, ഡോക്ടർ അജീഷ് മനോഹർ, മോളി വലിയകട്ടയിൽ, അന്നമ്മ ഡോമി, ഡോക്ടർ സജിനി പ്രതീഷ്, ബബിത ശ്രീജി, CK പ്രകാശ്, നേതാക്കളായ സോമൻ വല്ലയിൽ, KC തങ്കച്ചൻ, സോജൻ ജോർജ്, സാജു ചേനാട്ട്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ M രാജലക്ഷ്മി, നഗരസഭാ സെക്രട്ടറി V പ്രകാശ് കുമാർ എന്നിവർ പങ്കെടുത്തു. വന്ദനാദാസ് എന്ന് പറയുന്ന കൊച്ചു ഡോക്ടർ മരിച്ചതൊക്കെ നിങ്ങളോട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ആ വീട്ടിൽ പോയി അവിടുത്തെ രംഗം കണ്ടതാണ്. ആ ഒറ്റ പുത്രി മാത്രമേ ആ പിതാവിനും ഉണ്ടായത്. ഞാനും KP കൂടാണ് പോയത്. അത് നമ്മൾക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ വളരെ മാനസികമായ ഒരു ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഒറ്റയ്ക്ക് ഒരു കുഞ്ഞുള്ളത് ഇങ്ങനെ ഒരു അന്ത്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. എന്തായാലും അതിൻ്റെ പേരിൽ നമുക്കിത് ചെയ്തു കൊടുക്കുവാൻ, ഓളെങ്കിലും ഓർമ്മയ്ക്ക്, ആ സ്മരണയ്ക്ക് മുന്നിൽ കൊടുക്കുവാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. വൈസ് ചെയർമാൻ KP സലീമിന്റെ അധ്യക്ഷതയിലാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത്. സർക്കാരിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, ഈ നഗരസഭയിൽ കഴിഞ്ഞ അതിനു മുമ്പുള്ള ഭരണസമിതി 2015 മുതൽ 20 വരെയുള്ള കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടെ ആകെ ലഭിച്ചത് ആശുപത്രിയിൽ ഒരു ഡയാലിസിസ് യൂണിറ്റാണ്. അത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം എല്ലാ താലൂക്ക് ആശുപത്രികൾക്കും കൊടുത്ത ഡയാലിസിസ് യൂണിറ്റ് 2017 നമുക്ക് കിട്ടി. 2016 ഗവൺമെൻറ് വന്നത്. അതല്ലാതെ മറ്റ് നഗരസഭയുടെ ഫണ്ട് ഇവിടെ ഏതെങ്കിലും വിനിയോഗിച്ചുവോ എന്ന് എനിക്കറിയില്ല. ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന ഡോക്ടർ വന്ദനാദാസ് കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലിരിക്കെ അക്രമിയുടെ കുത്തേറ്റ് മരിക്കുകയായിരുന്നു. ഒന്നിലധികം കുത്തേറ്റ വന്ദനയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ന്യൂസ് ബ്യൂറോ, പിറവം. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.